തന്റെ ഭാര്യയെ കാണാനില്ലെന്ന് കാട്ടി യുവാവ് പരാതിയുമായി എത്തി. പോലീസിന് വിശദാന്വേഷണം വേണ്ടി വന്നില്ല. അയാളുടെ ശരീരഭാഷയിൽ തന്നെ ഉത്തരമുണ്ടായിരുന്നു. പ്രഭുവിനെ ഒന്ന് ചോദ്യം ചെയ്തതോടെ കർണാടക പോലീസ് ചുരുളഴിച്ചത് മറ്റൊരു ദൃശ്യം മോഡൽ കൊലപാതകത്തിനാണ്. ഭാര്യ അറിയാതെ ഭാര്യയുടെ പേരിലെടുത്ത ലോണുകളെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ക്രൂര കൊലപാതകം. സരോജിനി രത്നാകരനെ കൊന്ന വീടിനുള്ളിൽ കുഴിച്ചിട്ടത് ഭർത്താവ് തന്നെയെന്ന് തെളിഞ്ഞു. സരോജിനി രത്നാകർ എന്ന വീട്ടമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് പ്രഭു നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഭാര്യ വീട് വിട്ടുപോയെന്നും പിന്നീട് തിരിച്ചെത്തിയില്ല എന്നുമായിരുന്നു ദേവരഹിപ്പാർഗി പോലീസിൽ ഇയാൾ നൽകിയ പരാതി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രഭു മറുപടിയായി നൽകിയത്. തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. ഇതിൽ സരോജിനി വീട് വിട്ടുപോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് അടുത്ത ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മൊഴിയെടുത്തു. പ്രഭുവിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ഭാര്യയെ ഇയാൾ ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം മൃതദേഹം ആരുമറിയാതെ വീട്ടിനുള്ളിൽ തന്നെ കുഴിയെടുത്ത് മറവ് ചെയ്തു. തുടർന്നാണ് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് പിന്നീട് മൃതദേഹം വീട്ടിനുള്ളിൽ നിന്നും കണ്ടെടുത്തു. സരോജിനിയുടെ സമ്മതമില്ലാതെ ഇവരുടെ പേരിൽ പ്രഭു നിരവധി ലോണുകൾ എടുത്തിരുന്നു. പലതിൻ്റെയും തിരിച്ചടവും മുടങ്ങി. ഇതിനെ ചൊല്ലി സരോജിനിയും പ്രഭുവും തമ്മിൽ വഴക്കുണ്ടാവുകയും ഇതിനിടയിൽ പ്രകോപിതനായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.